ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിംസ് വ്ളോഗ്. അപ്പോൾ ഒരടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഞാനല്ല. ഇന്നത്തെ റെസിപ്പി എൻ്റെ ഹസ്ബൻഡിൻ്റെ വകയാണ്. അപ്പോൾ എന്താണ് റെസിപ്പി എന്ന് നമുക്ക് ഹസ്ബൻഡിനോട് ചോദിക്കാം. എന്താ റെസിപ്പി? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ബീഫ് കൊണ്ടാട്ടം. ഒരു കിടിലൻ ബീഫ് ഐറ്റമാണ്. നല്ല ടേസ്റ്റിയാണ്. പൊറോട്ടയും ചപ്പാത്തി റൈസ് അല്ലാതെ കൂടെ എല്ലാത്തിനും നമുക്ക് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തുടങ്ങല്ലേ? OS നമ്മൾ ഇവിടെ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ചതും കൂടി ഇടാം. ഓക്കെ, ബാക്കി ഇന്ന് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടാം. കുറച്ച് മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലോട്ടിടാം. പിന്നെ കുറച്ച് നമുക്ക് കറിവേപ്പില കുറച്ചിടാം. ഒരു ആവശ്യത്തിന് ഉപ്പ്, അതായത് ബീഫ് വേവിക്കാൻ വേണ്ട ഉപ്പ് നമ്മൾ പിന്നീട് ഫ്രൈ ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെ ആഡ് ചെയ്യും ഇതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മസാലയൊക്കെ. തൽക്കാലം ഇത് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലകളും പൊടികളും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10-20 മിനിറ്റോളം നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റാകാൻ വയ്ക്കണം. ഇപ്പോൾ ഒരുവിധം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് കുറച്ചും കൂടെ നല്ല ഫ്ലേവർ കിട്ടും. ഓക്കെ, നമ്മുടെ ബീഫ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു കുക്കറിലോട്ട് ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് വലിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുക്കറിൽ ഏകദേശം ഒരു 6 മുതൽ 8 വിസിൽ വരെ വേണ്ടി വരും. പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ നമുക്ക് ഇതൊരു ഡ്രൈ വിഭവമല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്നുള്ള വെള്ളം മതി ഇത് വെന്ത് വരാൻ. അപ്പോൾ ബീഫെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 8 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിനെ ഒരു ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം. ഓക്കെ, നമ്മുടെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമുക്കിപ്പോൾ വേവിച്ച് വെച്ച ബീഫിനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു ഡ്രൈ ഫ്രൈ ചെയ്യാം. ഏകദേശം നമുക്കിതിനെ ഒരു കറുത്ത കളർ വരണ വരെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള പൊടികളും സവാള അങ്ങനത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമ്മുടെ ബീഫ് ഇപ്പോൾ ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വെച്ച പാന് ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച്, കുറച്ചെണ്ണ മതി. നമുക്കൊന്ന് മുളകൊന്ന് ചൂടാക്കി എടുക്കാനാണ്. അതിലോട്ട് നമുക്ക് ഈ കൊണ്ടാട്ട മുളക്, തൈരിലൊക്കെ ഇട്ട് ഉണക്കിയ ഈ കൊണ്ടാട്ട മുളക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ സാധാരണ വറ്റൽമുളക് ഒരു 2-3 വറ്റൽമുളകും എടുത്ത് ഇതും കൊണ്ടാട്ട മുളകും കൂടി നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കൊണ്ടാട്ട മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഈ 3 കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നീളത്തിലരിഞ്ഞ ഗാർലിക്, വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി അത് ഏകദേശം ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്യാം. ഞാനിവിടെ കൂടുതലും ചെറിയുള്ളിയാണ് യൂസ് ചെയ്യണത്. സവാള നമ്മളിനി ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വളരെ കുറച്ചേ ഉള്ളൂ. കാരണം സവാള നമ്മൾ കൂടുതൽ ആഡ് ചെയ്യും തോറും നമ്മൾ ഉണ്ടാക്കുന്ന ബീഫിനുള്ള ഒരു മധുരം കൂടും. അപ്പോൾ ചെറിയുള്ളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് അധികം ഉപ്പ് വേണ്ട, കാരണം കൊണ്ടാട്ടമുളകിലും ഉപ്പുണ്ട്, നമ്മൾ നേരത്തെ ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ഇട്ട് നോക്കാം. എന്നിട്ട് അവസാനം പോരെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നന്നായി വഴണ്ട് വരാം. അപ്പോൾ സവാള ഏകദേശം ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിനൊപ്പം തന്നെ നമ്മൾ ബീഫിൽ ഓൾറെഡി മുളക് പൊടി ഇട്ടതാണ്. പോരാത്തതിന് കൊണ്ടാട്ടമുളകും വറ്റൽമുളകും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്, ചെറിയ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇതിലോട്ട് നമുക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ബീഫിൽ ആഡ് ചെയ്തിരുന്നു, ഇതിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കൊണ്ടാട്ടമുളകിൻ്റെ വാട്ടൽമുളകിൻ്റെ ക്രഷ് ചെയ്ത് പൊടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് പൊടിക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതും കൂടെ ഇട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ഇതിന് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ബീഫ് ചേർത്ത് ഇറക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബീഫ്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ബീഫ് നമ്മൾ റെഡിയാക്കി വെച്ച ഉള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിക്കണം. ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവറെല്ലാം ബീഫിൻ്റെ ഇതിലോട്ടും കൂടെ ഒന്ന് പിടിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഏകദേശം 5 മിനിറ്റ് ഒന്ന് ഗ്യാസ് അടുപ്പിൽ തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ജസ്റ്റ് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് പച്ചമുളകും, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും, കുറച്ച് മല്ലിയരി, ഫ്രഷ് കൊറിയൻഡർ ലീവ്സും കുറേ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തന്നെ അടച്ചു വയ്ക്കാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വകയുള്ള ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നാടൻ രീതിയിലുള്ള ബീഫ് കൊണ്ടാട്ടമാണ്. അധികം സോസിൻ്റെ ടേസ്റ്റോ ഒന്നുമില്ലാതെ തനി നാടൻ രീതിയിലുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ കമൻസിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.